അത് ഇവിടെ മുമ്പ് താമസിച്ചിരുന്നവരുടെയാ. അവർക്ക് പെട്ടെന്നൊരു ട്രാൻസ്മിഷന് അല്ല തലമാറ്റം വന്നുകൊണ്ട് കൽക്കത്തയ്ക്ക് എടുപിടിന്നുള്ള പോക്കായതുകൊണ്ട് ചിലതൊന്നും കൊണ്ടുപോകാൻ പറ്റിയില്ല. അതാരാ? എങ്ങനെ വരൂ? ആ ഇഷ്ടപ്പെട്ടോന്ന് ചോദിക്കണില്ല, അത് ഈ മുഖം കണ്ടാ അറിയാം. പക്ഷെ ഈ മുഖത്ത് തെളിച്ചം കുറവാണല്ലോ. എന്താ ഇഷ്ടായില്ലേ? ഇഷ്ടക്കേടൊന്നുമില്ല രാമൻ നായരെ. പക്ഷെ ഈ സ്ഥലം ഇത് ഒറ്റയ്ക്കൊരു പ്രദേശത്തല്ലേ, അടുത്തെങ്ങും വീടുകൾ പോലും ഇല്ലാണ്ട്. ഇല്ലെന്നാരാ പറഞ്ഞേ? തൊട്ടപ്പുറത്ത് തന്നെ എന്റെ തറവാട്. രാമൻ നായരേ എന്ന് തികച്ചു വിളിക്കണ്ട, ഞാൻ ദേ ഈ ഉമ്മർത്തുണ്ട്. പിന്നെ കുട്ടി, ഇതൊരുപാട് കൊല്ലത്തെ പാരമ്പര്യമുള്ള കോവിലക. ഇവിടെ നിങ്ങളെ ശല്യം ചെയ്യാൻ ഒരാളും വരില്ല, ഒരു ഈച്ച പോലും. അതെ, നാളെ കാലത്ത് 10:30ക്കും 11:00 ഒരു മുഹൂർത്തമുണ്ട്. കഴിയുമെങ്കിൽ നാളെ തന്നെ കയറാൻ നോക്കുക. ഐശ്വര്യമായിട്ട് വായിക്കുന്നു. ശുഭസ്യ ശീഘ്രം എന്നാണല്ലോ പ്രമാണം. ഭഗവാനെ, അല്ല നിങ്ങളുടെ നാടെവിടെയെന്ന് പറഞ്ഞില്ല. അങ്ങനെ എടുത്തു പറയാൻ ഞങ്ങൾക്ക് നാടോ വീടോ ഒന്നുമില്ല രാമനാരെ. ഞങ്ങൾ അനാഥകളാണ്. 2 മതക്കാരും നടത്തുന്ന അനാഥാലയങ്ങളിലാണ് ഞങ്ങൾ വളർന്നത്. ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചു, ഒരേ മാർക്ക് വാങ്ങി പാസ്സായി. ഇപ്പൊ മിഷൻ ഹോസ്പിറ്റലില് നഴ്സുമാരായി ജോലി ചെയ്യുന്നു. അപ്പൊ ഈ വൃദ്ധന്റെ ഉത്തരവാദിത്തം കൂടിയെന്നർത്ഥം. ചെന്നോളൂ, നേരം കളയണ്ട. വരട്ടെ. ബെഡ്റൂമിൽ തൂക്കിയാൽ മതിയോ? മതി. ബുക്സോ? അതാ ഷെൽഫിൽ എങ്ങനെ വെക്കൂ. പിടിക്ക് അനു. അനു അനു, ഇവളിത് എവിടെ പോയി കിടക്കും? പിന്നെ പേടിക്കാൻ ഇതെന്താ പ്രേതബാധയുള്ള വീടാ? അല്ല, നിങ്ങൾ തീർത്ത് പറയാൻ വരട്ടെ. എല്ലാ കോവിലകത്തും കാണും ഗതി കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മിനിമം ഒരാത്മാവെങ്കിലും. അതെവിടെയും കാണും. ആയിക്കോട്ടെ, ഞാൻ അതങ്ങ് സഹിച്ചു. വെക്കാൻ വരട്ടെ. ഇങ്ങിതാ, ഈ കോലത്തെ നമ്മുടെ ആദ്യത്തെ ദിവസല്ലേ, ആദ്യത്തെ മ്യൂസിക്കലായിട്ട് നമുക്ക് ആഘോഷിക്കാം. മനസ്സിലായില്ല? അതായത് നീ ഇതിങ്ങനെ പിടിക്കുന്നു, ആരോനെ കൊല്ലാൻ വരണു. ഇവിടെ ആരാ? നിനക്ക് തോന്നിയതാവും. അല്ല, സത്യായിട്ടു വേണ്ടാത്തത് ഓരോന്ന് ചിന്തിച്ച് കിടക്കും. കിടന്നുറങ്ങ്, ഒരു കുഴപ്പമുണ്ടാവില്ല. രാവിലെ എങ്ങനെ മടി പിടിച്ചിരുന്നാ മതിയോ? ജോലിക്ക് പോണ്ടേ? നിനക്ക് നിന്റെ ഡോക്ടറെ കാണണ്ടേ? എന്തൊരു മനുഷ്യനായാള്.
ഒരിക്കലും ചിരിക്കില്ല, ഒന്നും മിണ്ടില്ല, എപ്പോഴും ഉമ്മെന്നിരിക്കും. ഇങ്ങനെയുണ്ടോ ഒരു ഡോക്ടർ? എന്നാ നിനക്ക് അയാളെ ഇത്ര ഇഷ്ടം എന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഒരർത്ഥത്തിൽ അയാളും അനാഥനാ, നമ്മളെ പോലെ. ഇന്നത്തോടെ രണ്ടിലൊന്ന് തീരുമാനിക്കണം. എന്ത്? ചങ്കൂറ്റത്തോടെ ചെന്ന് കാര്യം പറയണമെന്ന്. അത് പിന്നെ ഞാൻ... എന്താ നിന്റെ പ്രശ്നം? മനസ്സിലുള്ളത് പറയാൻ നിനക്കെന്താ മടി? എന്തുകൊണ്ടാന്നറിയില്ല, അരുണിനെ കാണുമ്പോ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഞാൻ പലപ്പോഴും പറയാൻ ശ്രമിച്ചതാ, പക്ഷെ അടുത്ത് ചെല്ലുമ്പോ ധൈര്യം ചോരുന്നു. ഇന്ന് പറയേണ്ടത് നാളെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇന്ന് ഞാൻ പറയും. ഉറപ്പാണോ? ഉറപ്പല്ല. ഡീ ഇപ്പൊ നല്ല ചാൻസാ. ഇഷ്ടാന്ന് പറഞ്ഞു. ചെല്ല്. എന്താ? ഒരു പെണ്ണ്. പെണ്ണോ? എവിടെ? എവിടെ അനു? ഇവിടെ ഉണ്ടായിരുന്നു. എവിടെ അനു? നിനക്ക് വെറുതെ തോന്നിയതാ. ഇല്ല രാഹേൽ, ഞാൻ കണ്ടതാ. നിനക്ക് വട്ടാ, മുഴുവട്ട്. ഐ ആം ഗോയിങ്.